കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ജയറാമിനെ എടുത്ത് ഭയങ്കര ട്രോളലാണ്. കാരണം എന്ന് പറഞ്ഞാൽ കണക്കൊരു 2 ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുണ്ടെങ്കിൽ കേരളത്തിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലുമായിരുന്നു. അതിലുണ്ടെങ്കിൽ 2020 പടത്തിൻ്റെ എൻഡിങ് സമയത്തിൻ്റെ ഒരു കാര്യങ്ങൾ ഒരു ലൊക്കേഷനിൽ നടന്നത് അതിന് ശേഷമുള്ള കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അതിലൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് പറയുമ്പോൾ തമിഴ്നാട്ടിൽ വെച്ച് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കണക്ക് അവസാനം ഷൂട്ടിംഗ് സമയത്തുണ്ടെങ്കിൽ എനിക്കുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചൊരു പോഷൻ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ തനിക്ക് പോകാൻ പറ്റിയില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ദീപാവലി ടൈമായിരുന്നു. അതുകൊണ്ട് താൻ വരുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ സമയത്ത് കേരളത്തിലുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്തുണ്ടെങ്കിൽ ഞാനുണ്ടെങ്കിൽ ശബരിമലയിൽ പോകാനുള്ള രീതിയിലാണെന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു മാറ്റം കാരണം തന്നെ ഒരുപാട് പേരുണ്ട് ഇത് ഭയങ്കര ഒരു കള്ളം പറയുന്നതുണ്ടെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ട്രോളുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ജയറാം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. തനിക്കുണ്ടെങ്കിൽ ഇപ്പോൾ പ്രായമൊക്കെ ആയി, ചിലപ്പോൾ ആ സമയത്ത് പറഞ്ഞത് വ്യത്യാസം വന്ന് കാണും, പക്ഷേ താനുണ്ടെങ്കിൽ അത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്നും പറഞ്ഞായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നസെൻറ്റിൻ്റെ പഴയ ഒരു വീഡിയോ ഉണ്ട്. ഈ ഇൻ്റർവ്യൂ വീഡിയോ ഭയങ്കര വൈറലായിട്ട് പോകുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഇതാണെങ്കിൽ ജയറാം ഉണ്ട് ഈ കള്ളം പറയുന്നത് കുറച്ച് അധികമുണ്ട്, പലവട്ടം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തും ഫ്രണ്ട്സ് ബാക്കിയുള്ളടത്തും എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഇതാണെങ്കിൽ കള്ളം പറഞ്ഞ് പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.